ഇത് കണ്ടോ, ഇതാണ് 2020 ഇറങ്ങിയ ഫസ്റ്റ് മോഡൽ PS5. ഇത് 2023 ശേഷം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ PS5 സ്ലിം. കാഴ്ചയിലെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. 2020 ഇറങ്ങിയതിനെ അപേക്ഷിച്ച് 2023 വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ്. അത് നീളത്തിലും വലിപ്പത്തിലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. ഇത് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ബൾക്കി മോഡലാണ്. ഇത് കുറച്ചും കൂടെ ഭയങ്കര സ്ലിം, പേരിൽ തന്നെ ഉള്ളതുപോലെ സ്ലിം ആണ്. അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്ന രണ്ടേ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റോറേജ് ആണ്. ഈ ഫസ്റ്റ് മോഡലിൽ 825 GB പുതിയ ന്യൂവർ മോഡൽ ആയിട്ടുള്ള PS5 1 TB സ്റ്റോറേജുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂവർ മോഡൽ ഇതിപ്പോ PS5 ഡിജിറ്റൽ ആണ്, ഡിസ്ക് എഡിഷൻ അല്ല. ഇത് ഡിജിറ്റൽ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ മോഡലുകളിൽ നമുക്ക് കൺവെർട്ടബിൾ ആണ്. പിന്നീട് നമുക്കൊരു ഡിസ്ക് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പുതിയ 2023 ശേഷം ഇറങ്ങുന്ന PS5കളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഇത് പഴയ 2020 മോഡൽ ഡിജിറ്റൽ വെർഷൻ ആണ്. ഇതിൽ നമുക്ക് പിന്നീട് ഡിസ്ക് ഡ്രൈവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് അറ്റാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഈ ടൈപ്പ് മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസ്ക് വെർഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ ഇത് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഗെയിം പ്ലേയിലോ ഒരു കാര്യത്തിലും ഗ്രാഫിക്സോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. സെയിം ഹാർഡ്വെയർ തന്നെയാണ് രണ്ടിലും ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ്, അതുപോലെ ഇത് കൺവെർട്ടബിൾ ആണ്. ആൻഡ് സ്റ്റോറേജ് ഇത് 1 TB, ഇത് 825 GB ആണ് വരുന്നത്.